ചീട്ട് കാണിക്കാണ്. ആ ചീട്ടൊക്കെ കാണിച്ചതാ. ചീട്ട് കാണിക്കടാ. തൊട്ടുവാ കൊന്നുവാ ഞാൻ. ഈ വിക്രം വരാൻ നിനക്കൊന്നും അറിയത്തില്ല. കോഴിക്കോട് അങ്ങാടിയിലെ ചുമട്ടൊഴിലാളികളെ ഉറപ്പിച്ചവനാ. എങ്കിൽ അതിന്റെ കൂടെ നീ അറിഞ്ഞാണ്. പന്തയ്ക്ക് വന്നമാരുടെ വരണ ഈ വിക്രം ആരാണ് കാണിച്ചു തരാം. ഓടാ പൊട്ടികളെ നായി നമുക്ക് വന്നേക്കാണ്. കാണുമല്ലടാ വിക്രമിന്റെ ചീട്ട് കാണുമല്ല. നിനക്കൊക്കെ എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. വിക്രം എന്തായാലും നീ ഇവിടെ കിടന്ന് ഉടക്കുണ്ടാക്കണം. ഇതാ മനുഷ്യ അല്പം വിവരം വേണം. നിങ്ങളിങ്ങനെ പരസ്പരം തല്ലി തലവെച്ചാ ഈ നാടിന്റെ സ്ഥിതി എന്താവും? നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി എന്താവും? എടാ തല്ലുന്നെങ്കിൽ ആണുങ്ങളെ തല്ലണം, ഈ ചെറ്റുകളെ അല്ല. നീ വളർത്തി കയറി. എങ്ങോട്ടാ? ഒരടിക്കേസിനാ. അടിക്കേസാണോ? 3-4 ദിവസം അടി നടത്തിയിട്ട്. ദീപം 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 എന്നാ പോയി നാമം ചൊല്ലിക്കും. നിന്നെ വെറുതെ വിടത്തില്ല. ഇന്ന് നീ എന്റെ തലയ്ക്ക് കോടാലി കഴിയുണ്ട് അടിച്ചു. കൊലക്കേട മൂടെ അച്ഛാ, ഇവന്റെ തലയടിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ടോ? ഇവൻ എന്തിനാ വഴക്കിനൊക്കെ പോകുന്നത്? എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കണ്ടവന്റെ വാക്ക് കേട്ട് വഴക്കിനും വക്കാണത്തിനൊന്നും പോരുതെന്ന്. മൂപ്പലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിൽ ഇടപെടരുത്. അതേടാ, ഞങ്ങളൊക്കെ നിനക്ക് അന്യരാ. ഒടുക്ക നീ അറിഞ്ഞോളൂ. ഈ ഹാഫ് സാരിയും പാവാടിയും എടുത്തപ്പോ ഇന്ദുവിനെ കാണാൻ നല്ല ചന്തമുണ്ട്. നീ എടുത്താലും നന്നായിരിക്കും. നിന്റെ അമ്മയോട് പറഞ്ഞൂടെ വാങ്ങിത്തരാൻ? നല്ല കാര്യായി. വീട്ടിലെ ചെലവ് നടത്തുന്ന പാട് തന്നെ അമ്മയ്ക്കറിയാം. സനാതനൻ സാറ് കിട്ടുമ്പോ ഫീസ് മതിയെന്ന് പറഞ്ഞതിന്റെ പേരിലാ പഠിക്കാൻ തന്നെ വിടുന്നത്. നിന്റെ അച്ഛന്റെ വിവരം വല്ലതും ഉണ്ടോ? വയനാട്ടിലേതോ ചായത്തോട്ടത്തിലാ ജോലി. ഇപ്പൊ ഒരു പാണ്ടിച്ചത്രേ കൂടെ. അച്ഛന്റെ സ്നേഹം കിട്ടണേല് അതിന് വേണം ഒരു ഭാഗ്യം. രാധേ, ഒന്നാലോചിച്ചാൽ എന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നിനക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയും. ഇവിടെ ഒരു 10-200 എണ്ണം പഠിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരെണ്ണം പോലും സമയത്തിന് ഫീസ് തരില്ല. സാറ് സമാധാനായിട്ട് പോണം. ഞാൻ ഇവച്ചുകളെല്ലാം പിഴിഞ്ഞ് ഒരാഴ്ചക്കകം പലിശ അവിടെ എത്തിക്ക പോരെ. എന്റെ ദുബായിലുള്ള എല്ലാ ഫ്രണ്ട്സും അപ്പോഴേ പറഞ്ഞതാ എന്ത് പലിശ വാങ്ങരുത്. അല്ല പിന്നെ ഈ പാരൽ കോളേജ് ഒന്ന് ഫൈനാൻസ് ചെയ്യരുതെന്ന്. സാറേ, ഇത് അത്തരത്തിലുള്ള പാരൽ കോളേജ് അല്ല. ഏടോ ഒരു മാന്യനായ ഗസ്റ്റ് വന്നിട്ട് 4 മണിക്കൂറായി. ഒരു ചായ വാങ്ങാൻ പോയ സമയത്ത് നീയൊക്കെ മനുഷ്യനാണോ? കൈ കഴിക്കൊക്കെ ഇനി ഇമാര് ചീപ്പ് ഇടപാട് എന്നെ അയക്കരുത്. ആ റാഹി പൈസ അല്ലാണ്ട് ചൂലെടുക്കൂ. നീ തോന്നണം 4 ആൾ കേക്കട്ടെ. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നാളെ എന്റെ അനിയത്തിയുടെ കല്യാണം. അതിനെന്താ വരാലോ? നിങ്ങൾ വരുവോ വരാതിരിക്കുക എന്തേലും ചെയ്യും. എനിക്ക് എന്റെ ശമ്പളം മുഴുവൻ തീർത്ത് കിട്ടണം. തരാലോ. ബൈ മിസ്റ്റർ ചന്ദ്രശേഖരൻ നായർക്ക് മിസ് സുമിത്രയെ പരിചയമില്ലല്ലോ. ഇന്ത്യൻ ദുബായിലെ എന്ത് പിയെ ഷെയ്ക്ക്. ഓ, എന്തൊരു താഴ്മ. ഞാൻ ഈ സ്ഥാപനത്തിന് ഒരു വലിയ തുക സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെ അല്ലേ അനിയത്തിയുടെ കല്യാണം? ഞാൻ വന്നിരിക്കും. മിസ് സുമിത്ര ക്ലാസ് പോയിക്കോളൂ. അപ്പോളേ പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് ആ പഴയ പണി തന്നെയാണ് നല്ലത് കേട്ടോ. ശ്രീദേവി അമ്പലത്തിൽ നിന്നാണല്ലേ? എനിക്ക് അമ്പലത്തിനും പള്ളിയിലൊന്നും അത്ര വിശ്വാസമില്ല. അതൊക്കെ ബൂർഷ്വാ ചിന്താഗതിയാണ്. ദുബായിലുള്ള ആരും അമ്പലത്തിലോ പള്ളിയിലോ പോവില്ല. നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു കാര്യം. ശ്രീദേവിക്ക് ചന്ദ്രശേഖരൻ നേരെ പരിചയമില്ലല്ലേ?
എങ്ങനെ പരിചയപ്പെടാനാ? ഞാൻ കൊച്ചുനാൾ മുതലേ ഫാക്ടറി കാര്യങ്ങളുമായി ദുബൈയിലായിരുന്നില്ലേ? ഇവര് നമ്മുടെ വിക്രമന്റെ സഹോദരിമാരാ. വിക്രമന്റെ സിസ്റ്റേഴ്സോ? എന്നാൽ ഇത് നേരത്തെ പറയണ്ടേ? പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. ഇത് അനിയത്തിയാണല്ലേ? എന്താ പേര്? രാധാകൃഷ്ണ, ആ വണ്ടിയല്ലേ ഫുൾ ബോട്ടിലിരിക്കുന്നു. അതും എടുത്ത് വിക്രമനെയും കൂട്ടി വീട്ടിലോട്ട് വരെ. ശരി. അക്കൗണ്ടൻസിയുടെ ക്ലാസ് പരമ ബോറ്. മാഷാണെങ്കിൽ അതിനേക്കാളും ബോറ്. എന്താ അത്? പ്രേമലേഖനം മോള് കേട്ടിട്ടില്ലേ? എന്നാ വായിച്ചു നോക്ക്. പെണ്ണെ, പഠിപ്പിക്കുന്ന ടീച്ചറിന് പ്രേമലേഖനം കൊടുത്തവനാണ് ഈ ഹമീദ്. പിന്നല്ലേ നീ? നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമല്ലേ? എന്താ ഹമീദ് ഇത്? നീ ആ കയ്യൊന്നു വിട്ടെ. ഓ, വലിയ ഹീറോ ആവാനുള്ള ശ്രമമായിരിക്കും അല്ലേ? ആഹാ, ഹമീദ് ആള് മിടുക്കനാണല്ലോ. എത്ര കറക്റ്റായിട്ട് പറഞ്ഞു. എനിക്കൊരു മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട്. ശ്രമിച്ച ഒരു ഹീറോ ആകല്ലേ? സുമിത്ര ടീച്ചർ മറുപടി തന്നില്ല അല്ലേ? അത് മോശമായി. എന്നാലേ ഞാൻ തന്നെ ഏതായാലും 36% വെച്ചു കൊടുക്കില്ല. നിങ്ങൾ തന്നെ പോയി പിടിക്കും. പറ്റാത്തോണ്ടല്ല, അന്തസ്സിന് കുറവാ. പിള്ളേരും കിടന്ന് ജീവിക്കാൻ നിർത്തില്ലാതെ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇതിനൊക്കെ കാര്യം പ്രിൻസിപ്പാളാ. എന്താ സംഭവം? സംഭവം കുമാര സംഭവം. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ വിദ്യാകേന്ദ്രം നടത്തുന്നത്, അറിയോ? അപ്പഴേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കടയിലെ പറ്റുവരി വെങ്ങത്താ. ബെല്ലടിയാ? എന്ത് ബെല്ലടി? അത് ശരിയാ, സ്ട്രിക്റ്റാ. എന്നാ നാളെ നക്കാൻ വരുമ്പോഴേ അവിടെ സ്ട്രിക്റ്റ് ആയിരിക്കും, നോക്കിക്കോ.